പാലാ കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പൂതക്കുഴി കുടിവെള്ള പദ്ധതിയുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് എതിർവശത്തുള്ള തോട്ടിൽ ജലോത്സവം ഒരുക്കിയത്. മുൻകാലങ്ങളിലും നടത്തിയിരുന്ന ജലമേളയിലെ വലിയ ജനപിന്തുണയാണ് ഇത്തവണയും വള്ളങ്ങളും കുട്ടവഞ്ചിയുമൊക്കെ എത്തിക്കാൻ കാരണം. കയാക്കിംഗ്, പെഡൽ ബോട്ട് എന്നിവയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ വള്ളം ഇവിടെ ഇറക്കുകയുണ്ടായി. അത് വൻ വിജയമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ വർഷവും ഇത് തുടരുന്നതിന് വേണ്ടി പഞ്ചായത്തും കുടിവെള്ള പദ്ധതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുകയും വൻ വിജയമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലാ മേഖലയിൽ ഇപ്പോൾ അന്യമായ വള്ളസവാരിയും കൊട്ടവഞ്ചിയിലെ യാത്രയും ആസ്വദിക്കാൻ പ്രദേശവാസികൾ മാത്രമല്ല ദൂരദേശത്തു നിന്നുവരെ ആളുകളെത്തി. ചെറിയ ടിക്കറ്റ് നിരക്കിൽ വള്ളം യാത്ര ആസ്വദിക്കാമെന്നതായിരുന്നു പ്രധാന ആകർഷണം. ഓരോ ദിവസവും ആൾക്കാർ വളരെ ആവേശത്തോടുകൂടി ഈ കൊട്ടവഞ്ചിയിൽ കയറാൻ കടന്നു വരുമ്പോൾ അത് ഞങ്ങളിലും വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. 6 അടിയോളം ഉയരമുള്ള ചെക്ക് ഡാമിൽ മണൽച്ചാക്കുകൾ നിറച്ച് ജലനിരപ്പ് ഉയർത്തിയാണ് ജലോത്സവത്തിനായി വെള്ളം സംഭരിച്ചത്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്ന് ഇത് സ്ഥിരം വിനോദകേന്ദ്രമാക്കി മാറ്റാനുള്ള ചർച്ചകളും നടന്നുവരികയാണെന്ന് സംഘാടകർ അറിയിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ജലോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമായി. അമൃത ന്യൂസ്, കോട്ടയം.